الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സദാ പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനിഷ്ടപ്പെടുന്ന, എപ്പോൾ മരിച്ചാലും അവൻ്റെ ഇഷ്ടം പറ്റി മരിക്കുന്ന വിശ്വാസികളിൽ എല്ലാവരും ഉൾപ്പെടുത്തി നമ്മെയും നമ്മുടെ കുടുംബക്കാരെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം വീണ്ടും ഒരു ഭീകരാക്രമണത്തിൻ്റെ ഭീതിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. കശ്മീരിൻ്റെ മനോഹരമായ, ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാവുകയും ആ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. കശ്മീർകാരനായ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മലയാളിയായ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വരുന്ന സമയമായതുകൊണ്ട് ധാരാളം ഇത്തരത്തിലുള്ള യാത്രികരെയാണ് ഈ ആക്രമണം ലക്ഷ്യം വെച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അള്ളാഹു നമ്മുടെ രാജ്യത്തെ അതിൻ്റെ മതേതര സ്വഭാവത്തോടെയും അതിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തോടെയും ഒക്കെ നിലനിർത്തി തരുമാറാവട്ടെ. ഈ ആക്രമണത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന ആക്രമണത്തെക്കാളും വാർത്തകളിലും ഒക്കെ ചർച്ച വരുവാൻ കൂടുതലായും സാധ്യത വരുന്നൊരു കാര്യം, അത് ആളെ തെരഞ്ഞുകൊണ്ടാണ് ഇവർ വെടിവെച്ചത് എന്നതുകൊണ്ടാണ്. മതം ഏതാണ് എന്ന് ചോദിക്കുകയും അവരോട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കലിമ ചൊല്ലുവാനും ഒക്കെ ആവശ്യപ്പെടുകയും അങ്ങനെ മതം ഏതാണ് എന്ന് തിട്ടപ്പെടുത്തുകയും അതനുസരിച്ച് ആളുകളെ തരംതിരിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകം നടത്തി എന്നാണ് പത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നത്. മതം തെരഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലുമ്പോൾ ഒരുപക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാവുക സ്വന്തം മതക്കാരായ മുസ്ലിമീങ്ങളെ കൊല്ലാതിരിക്കുക എന്നത് വലിയൊരു കാര്യമായിട്ടായിരിക്കും ആ തീവ്രവാദികൾ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇന്ത്യ രാജ്യത്തിനും കശ്മീരിനും മാത്രമല്ല, പേരുകൊണ്ടെങ്കിലും അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു മതത്തിനു പോലും വലിയ കളങ്കം വരുത്തി വെച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ മഹാ അപരാധം ഈ ആളുകൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. വിശ്വാസി സമൂഹത്തെ എക്കാലഘട്ടത്തിലും പ്രതിരോധത്തിലാക്കുവാൻ തക്കം ഇതുപോലെയുള്ള ഓരോരോ ഇടപെടലുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും തീവ്രവാദ ചിന്താഗതിക്കാരായ ആളുകൾ ഉണ്ടാക്കുന്നതിന് മറുപടി പറയുകയും വിശ്വാസികൾക്ക് അവരുടെ ഊർജവും അവരുടെ വിശ്വാസ്യതയും മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു വലിയ അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ, ക്രൂരകൃത്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന ബാക്കിപത്രം.
അപ്പോൾ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ഇതിൽ നല്ല വാർത്തകളുണ്ട് ധാരാളമായിട്ട്. എന്നാൽ നല്ല വാർത്തകളെക്കാൾ നമ്മൾ പലപ്പോഴും ആളുകൾ ദുരുദ്ദേശപരമായോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളുടെ ഫലമായോ ഒക്കെ പലപ്പോഴും അവർ ഉപയോഗിക്കുക അതിന്റെ ചീത്ത ഭാഗത്തെക്കുറിച്ച് മാത്രമായിരിക്കും. ഇപ്പം എല്ലാവരോടും താഴെ കിടക്കാൻ പറഞ്ഞുവെന്നും എന്നിട്ട് ഓരോരുത്തരോടും അടുത്തു വന്ന് എന്തോ ചോദിക്കുന്നതായി, എന്നിട്ട് അത് വെടിവെക്കുന്നത് ഞാൻ കണ്ടു, അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നു, എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, കലിമ ചൊല്ലുവാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് എന്താണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് ആ വീഡിയോയിൽ മലയാളിയായി ഭരിച്ചിട്ടുള്ള രാമചന്ദ്രന്റെ മകൾ ആരതി പറഞ്ഞിട്ടുള്ളത്. കലിമ എന്താണത് എന്ന് എനിക്കറിയില്ല, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഉച്ചാരണം അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വെടിവെച്ചു. എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എൻ്റെ തലയിൽ തോക്കുവെച്ചു. കുട്ടികൾ കരഞ്ഞതുകൊണ്ട് അവർ ഉപേക്ഷിച്ചു കൊണ്ടുപോയി എന്നുള്ള ഒരു വാർത്തയാണ് അവരുടേതായിട്ട് അഭിമുഖമായിക്കൊണ്ട് ഇന്നലെ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ കൂടെ നമ്മൾ വായിക്കേണ്ട മനോഹരമായ ചില വാർത്തകൾ കൂടി യഥാർത്ഥത്തിൽ ഉണ്ട്. അതാകുന്നു ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം. ഈ ഇടപ്പള്ളിക്കാരനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന മലയാളിയാണ് ഇതിന് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകളുടേതാണ് ഈ ആരതി എന്ന് പറഞ്ഞതിന്റെ മകളുടെ അഭിമുഖത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഭീകരരുടെ വിവരം പോലീസിന് നൽകാനും മോർച്ചറിയിൽ അച്ഛന്റെ മൃതദേഹം തിരിച്ചറിയുന്നതിന് പുലർച്ചെ വരെ കാത്തു നിൽക്കാനും എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഡ്രൈവർമാരായ രണ്ട് സഹോദരന്മാരായിരുന്നു. അത് മുസാഫിറും സമീറുമാണ്. കാശ്മീരിൽ നിന്ന് എനിക്ക് കിട്ടിയ 2 സഹോദരന്മാരാണ്. അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്നാണ് ഈ സഹോദരി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. നമ്മൾ ഒരു ഭാഗത്ത് കലിമ ചൊല്ലാൻ പറയുകയും മുസ്ലിം അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ വെടിവെക്കുകയും ചെയ്യുന്ന ഭീകരവാദികൾ ഉണ്ടാകുമ്പോൾ, മറുഭാഗത്ത് സ്നേഹത്തിന്റെ വലിയ സാഹോദര്യം പകരുന്ന ആളുകളെ ഇവർക്ക് തന്നെ അനുഭവപ്പെടുകയും അവരെ സ്നേഹിക്കുവാനും അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുവാൻ മാത്രം അവരോട് സ്നേഹപൂർവ്വം ഇടപഴകുകയും ചെയ്ത 2 ഡ്രൈവർമാരുടെ, അവരുടെ സമീറിന്റെയും മുസാഫറിന്റെയും കഥ കൂടി ഈ സഹോദരി പറയുന്നുണ്ട് എന്നതാണ് നമ്മളെ ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയും അതുപോലെ ഒരു ഇസ്ലാമിക വിശ്വാസം ഒരാൾക്ക് നൽകേണ്ട യഥാർത്ഥമായ മനസ്സും നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ടൂറിസ്റ്റുകളിൽ കൊല്ലപ്പെട്ട ഒരാൾ. അദ്ദേഹം കുതിര സവാരിക്കാരനാണ്. ആദിൽ ഹുസൈൻ ഷാ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ടൂറിസ്റ്റുകളെ ഭീകരർ കൊലപ്പെടുത്തിയ സമയത്ത് തന്റെ കുതിര സവാരി, ഇത് ഈ പ്രദേശത്തേക്ക് വാഹനം പോവുകയില്ല, വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുതിരപ്പുറത്തൊക്കെയാണ് ആളുകൾ, അല്ലെങ്കിൽ കുതിരവണ്ടിയിലാണ് ആളുകൾ യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തേക്ക് പോവുക. ഈ മനോഹരമായ പുൽത്തകിടിയിലേക്ക് ആളുകൾ യാത്ര പോകുന്ന, അവരെ യാത്ര കൊണ്ടുപോകുന്ന ജോലി ചെയ്യുന്ന ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു കുതിര സവാരിക്കാരന്റെ കഥയും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ടൂറിസ്റ്റുകളായ ഭീകരർ കൊല്ലപ്പെടുമ്പോൾ തന്റെ കൂടെയുള്ള ടൂറിസ്റ്റുകളെ ഭീകരർ അവരെ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് മറ്റേ ആളുടെ കയ്യിൽ നിന്നും, തീവ്രവാദികളുടെ കയ്യിൽ നിന്നും ഭീകരവാദികളുടെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങുകയും അദ്ദേഹം പോരാടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വൃദ്ധരായ 2 മാതാപിതാക്കളും അതുപോലെ മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരേ ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു സഹോദരനാണ് യഥാർത്ഥത്തിൽ ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഭീകരാക്രമണത്തിൽ ആദിൽ ഹുസൈൻ ഷാ കൊല്ലപ്പെടുന്നു. കശ്മീരുകാരനായ അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രതിരോധിക്കുവാൻ വേണ്ടി ഇടപെടുമ്പോൾ മുസ്ലിങ്ങളെ കൊല്ലാതിരിക്കുവാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ കരം കൊണ്ട് തന്നെ അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഈ മതത്തെക്കുറിച്ച് കൊണ്ട് വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കാര്യം പോലും ഈ ഒരു പ്രശ്നത്തിൽ ആലോചിക്കുവാൻ കഴിയാത്തവരാണ് മുസ്ലിങ്ങളെ രക്ഷിക്കുവാനും ഇസ്ലാമിന് വലിയ പ്രതിച്ഛായ ഉണ്ടാക്കുവാനും ഒക്കെ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങളെ മാത്രമല്ല, ഇന്ത്യക്കാരെയും കാശ്മീർകാരെയും മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ വളരെ ലളിതമായിക്കൊണ്ട് ഈ വിഷയസംബന്ധിയായി നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആധികാരികമായി എപ്പോഴും മനസ്സിൽ വെക്കേണ്ട വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകന്നമാ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരാളുടെ ജീവൻ എടുത്താൽ
അത് മറ്റൊരു ജീവന് പകരമായിട്ടോ അതുമല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ, ഇതൊക്കെ ഇസ്ലാമികമായ ഭരണ സംവിധാനങ്ങളുടെ അടുത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാത്ത കാര്യം കൊണ്ട് ഒരാളുടെ ജീവനെടുത്താൽ മനുഷ്യകുലത്തെ മുഴുവൻ കൊന്നതിൽ അവൻ തുല്യമാകുന്നു എന്നാണ് ഖുർആന്റെ പ്രയോഗം. എന്നിട്ട് വമൻ അഹിയാഹ, ആരെങ്കിലും ഒരാൾക്ക് ജീവൻ നൽകിയാൽ അവൻ മനുഷ്യകുലത്തിന് മുഴുവൻ ജീവൻ നൽകിയവനെ പോലെയാകുന്നു എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഇത്ര മനോഹരമായിക്കൊണ്ട് ഒരു മനുഷ്യ ജീവനെങ്ങാനും രക്ഷിച്ചാൽ അത് മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്നും, ഒരു മനുഷ്യജീവനെങ്ങാനും അപകടപ്പെടുത്തിയാൽ അത് മനുഷ്യകുലത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്നും പഠിപ്പിക്കുന്ന ഒരു വേദത്തിന്റെ ആളുകൾക്ക് എങ്ങനെയാണ് ഈ വേദത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ? നമ്മളൊരു കുട്ടിയെ മദ്രസയിൽ ഒന്നാമതായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ കലിമ ചെല്ലാൻ പഠിപ്പിക്കുക എന്നുള്ളത്, ഷഹാദത്ത് കലിമ പഠിപ്പിക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യത്തെ ഒരുപക്ഷെ അത് കേട്ടിട്ട് പോലുമില്ലാത്ത ഒരാൾ ഒരു മരണവേളയിൽ അച്ഛനോട് ചെല്ലാൻ പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ ആ ഒരു വാക്കുപോലും കലിമ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ, ഇതിന്റെ ഉച്ചാരണം ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന തരത്തിൽ അവർ ആദ്യമായി ഈ ഒരു വചനം പോലും കേൾക്കുന്നത് ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിലായി പോകുന്നു എന്നത് എത്ര ദുര്യോഗമാണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു സമൂഹമായിക്കൊണ്ട് സമൂഹത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കുന്നതിനനുസരിച്ച് സമൂഹത്തിൽ മനുഷ്യർ ഇടപെടുകയും അത് മതത്തിനും സമൂഹത്തിനും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫാബ്രിക്കിനുമൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതുപോലെ തന്നെ മറ്റൊരു മനുഷ്യന്റെ കഥയും കൂടി വന്നിട്ടുണ്ട്. അത് നസക്കാത്ത് ഷാ എന്ന് പറയുന്ന ഒരു ധീരനായ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്. അദ്ദേഹം ഛത്തീസ്ഗഡിലേക്ക് തുണി വിൽക്കുവാൻ വേണ്ടി 10-15 കൊല്ലമായിട്ട് കമ്പിളികളും അതുപോലെ തണുപ്പ് പ്രതിരോധിക്കുവാനുള്ള വസ്ത്രങ്ങൾ വിൽക്കാൻ വേണ്ടി കശ്മീരിൽ നിന്ന് പോയി വസ്ത്രവ്യാപാരം നടത്തുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഛത്തീസ്ഗഡിൽ കുറെ പരിചയക്കാരുണ്ടായിരുന്നു. ആ പരിചയക്കാരും ഇതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു. ആ പരിചയക്കാരിൽ 11 പേർ ഒരു ടൂറിനുണ്ടായിരുന്ന 4 ദമ്പതികളും 3 കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം. ആ സംഘവും ഈ പ്രതിസന്ധിയിൽ അകപ്പെടുകയും കുട്ടികൾ വല്ലാതെ വാവിട്ട് കരയുകയും ചെയ്ത സന്ദർഭത്തിൽ ഈ ചെറുപ്പക്കാരൻ ഒരു കുട്ടിയെ തന്റെ പുറത്തും ഒരു കുട്ടിയെ തന്റെ കയ്യിലുമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഇവരെ വളരെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറ്റുകയും ആദ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോവുകയും പിന്നീട് എയർപോർട്ടിൽ എത്തിച്ച് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ഒരു വാർത്ത കൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ കഥകൾ പറയാൻ കാരണം, ഈ സംഭവങ്ങൾ പറയാൻ കാരണം കേവലം തോക്കു ചൂണ്ടി മതം ചോദിക്കുന്നവന്റെയും ആ മതം ചോദിച്ച് അവരുടെ ഷഹാദത്ത് ചെല്ലിക്കുന്നവന്റെ അല്ലെങ്കിൽ ഷഹാദത്ത് ചോദിച്ച് ഇവന്റെ മതം ഉറപ്പിക്കുന്നവന്റെയും വാർത്തകൾ മാത്രമായിരിക്കും പലപ്പോഴും നമ്മൾ കാണുക. പക്ഷെ യഥാർത്ഥത്തിൽ മനുഷ്യരെന്നാൽ, ഒരു ഇന്ത്യൻ മുസ്ലിം എന്നാൽ എന്താണ് എന്ന് കൃത്യമായി ബോധ്യമുള്ള നമ്മളെപ്പോലുള്ള ധാരാളം ആളുകൾ എല്ലാ സ്ഥലത്തും ജീവിക്കുന്നുണ്ട് എന്നും അതാകുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഈ വിനോദസഞ്ചാരികളുടെ ഇടയിൽ അദ്ദേഹം പറഞ്ഞത്, അവരെല്ലാം വിനോദസഞ്ചാരികൾ നമ്മുടെ അതിഥികളാണ്, അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, മനുഷ്യത്വമാണ് ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, ഈ കുട്ടികൾ വാവിട്ട് കരയുമ്പോൾ അവർ കൊല്ലപ്പെടാതെ രക്ഷിക്കുക എന്നത് എന്റെ ബാധ്യതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട രാകേഷ് പരാസർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, നസക്കാത്ത് ഞങ്ങൾക്കൊരു മാലാഖയെ പോലെയാകുന്നു എന്നാണ്. അപ്പൊ നസക്കാത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു വിശ്വാസിയായ ചെറുപ്പക്കാരനും ഇതുപോലെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണത്തിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. എന്താകുന്നു യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളുടെയൊക്കെ കാരണങ്ങൾ എന്ന് ഈ ദിവസങ്ങളിലുള്ള എഡിറ്റോറിയലുകളൊക്കെ വായിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു ഭാഗം ഇങ്ങനെയാണ്. അത് പറയുന്നത്, ദ മിയർ ആബ്സെൻസ് ഓഫ് സ്പെക്ടാക്കുലർ വയലൻസ് കനോട്ട് ബി ടേംഡ് ആസ് നോർമാലിറ്റി എന്നാണ്. നിങ്ങൾ നോർമലാണ് ഇപ്പോൾ കാശ്മീർ എന്ന് പറയുന്നു, കാശ്മീർ ഇപ്പോൾ സമാധാനപൂർവ്വമാണ് എന്ന് പറയുന്നു. അക്രമങ്ങളില്ലാത്ത കേവലം ഒരു അവസ്ഥയുടെ പേര് മാത്രമാണ് നിങ്ങൾ സാധാരണത്വം എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നോർമാലിറ്റി ഈസ് എ റിലേറ്റീവ് ടേം ആൻഡ് ഇറ്റ് ഈസ് ബെറ്റർ എക്സ്പീരിയൻസ് ദാൻ അനൗൺസ്ഡ് എന്നാണ്. നിങ്ങൾ അനൗൺസ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാളും ഇത് ആളുകളുടെ അനുഭവത്തിന്റെ പേരാകുന്നു സാധാരണത്വം. കാശ്മീർ സാധാരണ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയേണ്ടത് കാശ്മീരിലെ സാധാരണക്കാരനാണ്, അവന്റെ അനുഭവങ്ങളാണ് പറയേണ്ടത്. അല്ലാതെ ഡൽഹിയിൽ നിന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതിനനുസരിച്ചല്ല കാശ്മീരിൽ സമാധാനം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സമാധാനം ഉണ്ടായി എന്ന് ആളുകൾ പ്രഖ്യാപിക്കുകയും ആളുകൾ അതിനുവേണ്ടി രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലും
പല രീതിയിലുള്ള പ്രകടനങ്ങളും ഒക്കെ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായ 370 വകുപ്പ് ഒഴിവാക്കിയതിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പ്രശ്നങ്ങൾ, കാശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കിയത് മൂലമുണ്ടായ അവർക്കുണ്ടായ പ്രതിസന്ധികൾ, മറ്റു പുറമെ നിന്നുള്ള ആളുകൾ അവിടേക്ക് കയറി വന്ന് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, അവിടുത്തെ നാട്ടുകാരല്ലാത്തവരോടെ കയറി വരികയും താമസിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇന്റർനെറ്റ് പോലുമില്ലാതെ ദിവസങ്ങളോളം കഴിയേണ്ടി വരുന്ന അവരുടെ പ്രയാസങ്ങൾ, മുഖ്യ പ്രാദേശിക നേതാക്കന്മാരായ ആളുകളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരുമ്പോൾ അവർ അനുഭവിച്ച പ്രതിസന്ധികൾ, ഇങ്ങനെ ആ നാട് വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് എന്നും നമ്മൾ ആ നാടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സമാധാനം എന്ന വാക്ക് അത് പുനഃപരിശോധിക്കേണ്ടതാണ് എന്നും അവിടെ കേവലം സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി ഇനിയും നമ്മൾ ഓരോ പൗരന്മാരും ഭരണകൂടവും ഒക്കെ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമതായിക്കൊണ്ട് നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തുക വഴി ഇന്ത്യൻ ബഹുസ്വരതക്കാണ് കോട്ടം സംഭവിച്ചിട്ടുള്ളത് എന്നതാണ്. ബഹുസ്വരതയുടെ ആണും പെണ്ണും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കൃതിയിലേക്കാണ് ഈ ആള് തിരഞ്ഞുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് ഇന്ത്യൻ ബഹുസ്വരതക്കേറ്റ ഏറ്റവും വലിയ അടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മൂന്നാമതായിക്കൊണ്ട് ഭീതിതരായ സഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ച കാശ്മീരുകാരനായ മുസ്ലിം യുവാവിനെ പോലും കൊന്നു എന്ന് പറയുമ്പോൾ, അവർ വധിച്ചു എന്ന് പറയുമ്പോൾ അവർ കാശ്മീർ ജനതയെയും കാശ്മീർ സമ്പദ് വ്യവസ്ഥയുമാണ് യഥാർത്ഥത്തിൽ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ആ നാട്ടുകാർക്ക് കൃഷി കഴിഞ്ഞാൽ ആകെ ലഭിക്കുന്ന ഒരു വരുമാന മാർഗമായ ഈ ടൂറിസത്തിനുമേൽ കൈവെക്കുകയും ആ നാട്ടുകാരുടെ വിശ്വാസതയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരുടെ തന്നെ നാട്ടിൽ വെച്ച് അവർക്ക് തന്നെ പ്രതിസന്ധിയാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് വലിയ അപകടകരം ആ നാട്ടുകാരോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വായിക്കുക. കാരണം ഒരു വിശ്വാസി സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകൊണ്ടാണ് ഇവർ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. എന്തൊരു ലളിതമായ ബുദ്ധിയാണ് അവർ ഉപയോഗിച്ചത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. അവരാലോചിച്ചത് മുസ്ലിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നില്ലല്ലോ എന്നായിരിക്കുമല്ലോ എന്നാൽ മുസ്ലിങ്ങളെ കൊല്ലാതിരുന്നു എന്നത് മുസ്ലിം സമുദായത്തെ മൊത്തം പ്രതിക്കൂട്ടിലാക്കുന്ന വലിയ ദ്രോഹമാണ് ചെയ്തത് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പഹൽഗാമിലെ കൂട്ടക്കൊല വലിയ പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാം രാജ്യത്തോടൊപ്പം കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ ഭരണപക്ഷ കക്ഷികളൊക്കെ രാജ്യത്തിന് ഒരു വലിയ പ്രതിസന്ധി എന്ന രീതിയിൽ അതിനോട് കൂട്ടുനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ കൂടെ നിൽക്കുവാനും തീവ്രവാദം അതിന് മതമില്ല എന്നും അതേത് ആര് കൊണ്ടുവന്നാലും അതിനെതിരെ ഒറ്റക്കെട്ടായി ശബ്ദിക്കുവാൻ നമുക്ക് യാതൊരു സങ്കോചവുമില്ല എന്നും നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട സാഹചര്യമാണിത്. ഇന്നത്തെ പത്രത്തിൽ PK പാറക്കടവിന്റെ ഒരു കവിതയുണ്ട്. ദൈവം പേര് ചോദിക്കാറില്ല എന്നാണ് ആ കവിതയുടെ. ദൈവം പേര് ചോദിക്കാറില്ല എന്നാണ്. പൈൻമരക്കാടുകളിൽ നിന്നിറങ്ങി വന്ന മനുഷ്യമൃഗങ്ങളെ കണ്ടത് മനുഷ്യമൃഗങ്ങളെ കണ്ടത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കുതിരക്കാരനാണ്. കാശ്മീരിയാണ്. തന്റെ കുതിരപ്പുറത്ത് എവിടെ നിന്നോ എന്ന സഹോദരങ്ങൾക്കായി സ്വന്തം ജീവൻ നൽകിയ കാശ്മീരിന്റെ ആത്മാവിനും രാജ്യത്തിനുമെതിരാണ് പഹൽഗാമിലെ വെടിവെച്ചുകൾ. ഇതിൽ മതമില്ല, മതമേ ഉള്ളൂ. മതമിളകിയ ആന പോലെ മതമിളകിയ വിശ്വാസം എന്ന് പറയാൻ കഴിയാത്ത മതമിളകിയ മനുഷ്യക്കോലകൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നതാണ്. ഇനി സ്വർഗത്തിൽ പോകുമ്പോൾ പോലും ദൈവം പേര് ചോദിക്കാറില്ല എന്നതാണ് ഇതിന്റെ അവസാനത്തെ വരി. സ്വർഗത്തിൽ പോകുമ്പോൾ പോലും ദൈവം പേര് ചോദിക്കാറില്ല, എന്നിട്ടാണോ ഇവർ പേര് ചോദിച്ച് ആളെ കൊല്ലുന്നത് എന്നതാണ് ഈ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ സ്വർഗത്തിൽ പോകുമ്പോൾ പോലും പേര് ചോദിക്കാത്ത ദൈവം നിങ്ങളെ നിങ്ങളിൽ സൂക്ഷ്മാണുക്കളെയാണ് ഞാൻ തിരയുന്നത്, നിങ്ങളെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നുമല്ല എന്ന് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? നിങ്ങൾ മുസ്ലിമോ യഹൂദിയോ ക്രിസ്ത്യാനിയോ ആരുമാവട്ടെ, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവന് വിജയമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിന് പേരിലല്ല കാര്യമെന്ന് മനസ്സിലാക്കുവാൻ, വിശ്വാസമാണ് എന്നും മനുഷ്യന് സമാധാനം നൽകുന്ന മതമാണിത് എന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സമയത്ത് യഥാർത്ഥത്തിൽ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആളുകളും ധാരാളമുണ്ട് എന്നുള്ളതാണ്. ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് പഹൽഗാം തെളിയിച്ചു എന്നാണ്
നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ അല്ലെങ്കിൽ ഏറ്റവും കുപ്രശസ്തനായ ഒരു യുക്തിവാദി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് മുസ്ലിം പേരുള്ള അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പെഹൽഗാം തെളിയിച്ചു എന്നാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ജിഹാദി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നും സമയം കിട്ടിയാൽ അത് പുറത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുമുള്ള തരത്തിലുള്ള വിവരണങ്ങളാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പോലും ക്ഷീണമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഇത് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ, എക്സ് മുസ്ലിങ്ങളെ നമ്മൾ കാണുന്നത് വളരെ ലജ്ജാകരമായി മാത്രമേ നമുക്ക് ഈ സമയത്ത് വായിക്കുവാൻ കഴിയുകയുള്ളൂ എന്നതാണ്. ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമോഫോബിയയെ പ്രതിദാനം ചെയ്യുന്ന ആശയക്കാർ എക്കാലവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ് ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് എന്നത്. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, പക്ഷേ എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ് എന്നൊരു വാദം എക്കാലത്തും ലോകത്തെ ഇസ്ലാമോഫോബിയയുടെ ആളുകൾ വളരെ അപകടകരമായ വിധം യാതൊരു യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു കാര്യത്തെ വളരെ പറഞ്ഞു പൊലിപ്പിച്ച് എക്കാലവും പറയുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ ഇപ്പോൾ കേരളത്തിലെ യുക്തിവാദികളടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള രാജ്യം വളരെ പ്രതിസന്ധി വരുന്ന സമയത്ത് പോലും എടുത്തുപയോഗിക്കുന്നു എന്ന് പറയുന്നതിന്റെ അപകടകരമായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ജിഹാദ് എന്ന പദത്തെ നിർവചിക്കുന്നത് ഇത്ര മനോഹരമായാണ് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫുർഖാൻ 25-ാം അധ്യായം മക്കയിൽ അവതരിച്ച അധ്യായമാണ്. ഈ അധ്യായത്തിലാണ് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വലിയ ജിഹാദ് ചെയ്യണം എന്ന് പ്രവാചകനോട് പറയുന്നത്. ഈ ജിഹാദ് ചെയ്യാൻ പറയുന്ന മക്കാ കാലഘട്ടം കഴിഞ്ഞ് ഹിജ്റ 2-ാം വർഷമാണ് യഥാർത്ഥത്തിൽ സായുധ ജിഹാദിന് അള്ളാഹു അനുവാദം നൽകുന്നത്. അപ്പോൾ സായുധ ജിഹാദത്തിന് അള്ളാഹു അനുവാദം നൽകുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുകൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അത് സ്വന്തം ആത്മാവിനോടുള്ള, സ്വന്തം ദേഹേച്ഛകളോടുള്ള സമരമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ജിഹാദിനെ വായിക്കേണ്ടത്. അക്രമിക പ്രതിരോധിക്കാനുള്ള ആ ഒരു അള്ളാഹു കാലങ്ങൾ കൊണ്ട് വിശ്വാസികൾ ഇനി എപ്പോഴാണ് ഇതിനൊരു മോചനം ഉണ്ടാവുക എന്ന് വിശ്വാസികൾ ചോദിച്ച കാലഘട്ടത്തിൽ ഹിജ്റ പോവാൻ പറഞ്ഞു. ഹിജ്റയും പോയി. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ്, അത് ഹിജ്റ 2-ാം വർഷമാണ്, സഹിക്കവയ്യാതെ പ്രതിരോധിക്കുവാനുള്ള ഒരു അള്ളാഹു അവകാശം അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള അനുവാദം വിശ്വാസികൾക്ക് നൽകുന്നത്. അപ്പോൾ പ്രവാചകത്വത്തിന്റെ 23 വർഷങ്ങളിൽ 13+2 15 വർഷവും യുദ്ധം ചെയ്യാൻ പോയി പ്രതിരോധിക്കുവാൻ പോലും കഴിയില്ലാത്തവരായിരുന്നു, അനുവാദമില്ലാത്തവരായിരുന്നു വിശ്വാസികൾ എന്നതാണ്. അനുവാദമില്ലാത്തവരായിരുന്നു. ചാവേറുകളാകാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇതുപോലൊരു കാട്ടിലൊളിച്ചിരുന്ന് 4 തോക്കെടുത്ത് അല്ലെങ്കിൽ 4 വാളെടുത്ത് ആളുകൾ മറിഞ്ഞിരിക്കുന്നിടത്ത് കൂട്ടാനൊക്കെ അവർക്ക് കഴിയുമായിരുന്നു. അനുവാദം ഉണ്ടായിരുന്നില്ല. അത് ഇസ്ലാമായി അല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു ഈ 13 വർഷം മക്ക കാലത്തിലും 2 വർഷം മദീന കാലഘട്ടത്തിലും 15 വർഷം പ്രവാചകന് പ്രതിരോധിക്കുവാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല എന്നതാണ്. ബാക്കി വന്ന 8 വർഷക്കാലം പ്രവാചകന് അധികാരമുള്ള കാലം, പ്രവാചകന് ഭരണമുള്ള കാലം, പ്രവാചകനെ ആ നാടിനെ ഭരിക്കുവാനും അവിടുത്തെ നിയമങ്ങൾ നിയന്ത്രിക്കുവാനും കഴിയുന്ന ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് പോലും വിശുദ്ധ ഖുർആൻ ക്ഷമയുടെ പ്രാധാന്യമാണ് ഊന്നി പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ അവസാനത്തെ വചനം യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് പറയുന്ന വചനം ഇതിന് മനോഹരമായ ഒരു തെളിവാണ്. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസാബിറൂ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കുകയും ചെയ്യുക. വറാബിത്തു, നിങ്ങൾ പ്രതിരോധത്തിന് സന്നദ്ധരാവുകയും ചെയ്യുക. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു നിങ്ങൾക്ക് വിജയം തന്നേക്കാം എന്നതാണ്. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോ പ്രതിരോധിക്കാൻ പറയുമ്പോൾ പോലും അള്ളാഹു പറയുന്നത്, പ്രതിരോധത്തിന് സജ്ജമാവാൻ പറയുമ്പോൾ പോലും അള്ളാഹു പറയുന്നത് ഇസ്ബിറു വസാബിറു എന്നതാണ്. നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിരോധത്തിന് സന്നദ്ധരാവാൻ പോലും പ്രവാചകന് അധികാരം കിട്ടിയ കാലത്ത് പോലും, സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന കാലത്ത് പോലും, നാടുവിട്ടതിന് ശേഷം പോലും തന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായ സന്ദർഭത്തിൽ പോലും
ക്ഷമയുടെ മേമ്പൊടിയിട്ടുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പ്രതിരോധത്തിന് സജ്ജരാകുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്നത് ഇസ്ലാമിന്റെ കാതലായ ഒരു സന്ദേശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്ക് പോവുകയാണ് എന്ന്. നമ്മൾ ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്ക് പോവുകയാണ് എന്ന്. അപ്പോഴാണ് സഹാബിവര്യന്മാർ ചോദിച്ചത്, എന്താകുന്നു പ്രവാചകരെ താങ്കൾ ഉദ്ദേശിച്ചത്? താങ്കൾ വലിയ യുദ്ധം കഴിഞ്ഞ് വരികയല്ലേ എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞത്, അതെ, മനസ്സുമായുള്ള ജിഹാദാകുന്നു ജിഹാദൻ കബീറ എന്ന് പറയുന്ന വലിയ ജിഹാദിലേക്കാണ് മുസൽമാന്മാർ മുന്നേറേണ്ടത് എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഉത്തമ സമുദായമാകുന്നു. നമ്മുടെ ചെയ്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഓരോ ഇടപെടലുകൾ പോലും അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാകുന്നു. ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകുവാൻ വേണ്ടി നിങ്ങളെ നാം ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു എന്നാണ്. നിങ്ങളെ ഒരു മിത സമുദായമാക്കിയിരിക്കുന്നു. വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്കും സാക്ഷിയാകുവാൻ വേണ്ടി റസൂലിന്റെ ഉത്തമമായ മാതൃകയെ 100 ആളുകളിൽ ലോകപ്രശസ്തരായ 100 പ്രശസ്തന്മാരെ തെരഞ്ഞെടുത്തെടുത്ത് ഒന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്ത മൈക്കിൾ എച്ചാട്ട് പറഞ്ഞത്, എന്തുകൊണ്ടാണ് താങ്കൾ ഈ മുഹമ്മദ് നബിയെ തെരഞ്ഞെടുത്തത് എന്ന് ലോകത്തെ ആളുകൾ എന്നോട് ചോദിക്കും. എന്നോട് ആളുകൾ സംശയം ചോദിക്കും. എനിക്ക് പറയാനുള്ളത് റിലീജിയസ് ആൻഡ് സെക്യുലർ ആസ്പെക്ട്സ്, 2 കാര്യങ്ങളിൽ, മതപരവും മതേതരവുമായ കാര്യങ്ങളിൽ ഒരുപോലെ വിജയം പ്രാപിച്ച ഇതുപോലൊരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹം അതിൽ നൽകുന്ന വിശദീകരണം. ഇങ്ങനെ നബിയെ കുറിച്ച് അന്വേഷിച്ചവർ, ഗാന്ധി ഇങ്ങനെ പലരും നബിയെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ചവർക്കൊക്കെ ആ ഒരു വലിയ മനുഷ്യരെ കാണുവാനാണ് കഴിഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപ്പാലം പണിത പ്രവാചക എന്നാണ് പ്രവാചകനെ കുറിച്ച് മലയാളിയായിട്ടുള്ള ഒരു കവി പാടിയിട്ടുള്ളത്. സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്വർണ്ണനൂൽപ്പാലം പണിത പ്രവാചക. ഇങ്ങനെ മനുഷ്യഹൃദയങ്ങളിലേക്ക് സ്വർണ്ണനൂൽപ്പാലം പണിതുകൊണ്ടാണ് പ്രവാചകൻ ഇസ്ലാമിനെ ഇവിടെ പ്രചരണം നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഇസ്ലാമിന്റെ മനോഹാരിതയും നമ്മുടെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നമ്മുടെ ജീവിതം കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നാട്ടിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായും അതിന് പക്ഷം ചേരുവാൻ മാത്രമല്ല അത്തരത്തിലുള്ള ഭീകരവാദത്തിനെതിരെ ഒന്നാമനായി പ്രതികരിക്കുവാൻ നമ്മൾ ഉണ്ടാവുമെന്നും അത് ഇസ്ലാമിന്റെ ബാധ്യതയാണ് എന്നും നമ്മൾ തിരിച്ചറിയുന്നു. അള്ളാഹു നമ്മുടെ ദീനിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ആക്രമണങ്ങളിലൊക്കെ പ്രയാസപ്പെട്ട ആളുകളുടെ പ്രയാസങ്ങൾ എല്ലാ വിധത്തിലും കുടുംബപരമായും ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, അതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ച കുടുംബങ്ങൾ, അള്ളാഹുവിന്റെ ഒക്കെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക സമൂഹം വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശയപരമായും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായ ഇടപെടലുകളിലൊക്കെ വളരെയധികം മികച്ച് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഓരോരോ പുഴുക്കുത്തുകൾ ആ സമുദായങ്ങൾക്ക് നേരെ ആരോപിക്കപ്പെടുകയും അല്ലെങ്കിൽ അതിന്റെ അംഗങ്ങളെന്ന് പറയുന്നവർ പോലും ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും അത് ഈ വലിയ യാത്രയിൽ, ഈ വലിയ ജൈത്രയാത്രക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും മുസ്ലിം ഉമ്മത്തിനെതിരെ ഭരണകൂടം വരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രതിസന്ധിയാകുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണമെന്നും സമാധാനം എന്ന വാക്കിന് അതിന് ഇസ്ലാമിന്റെ പേരുകൊണ്ട് മാത്രമല്ല ഇസ്ലാമിന്റെ പ്രവർത്തികൾ, ആശയങ്ങൾ, സംസാരം, പുഞ്ചിരി എല്ലാം ഇസ്ലാമിന്റെ ഏതേത് ഇടങ്ങളിലും ആ സമാധാനത്തിന്റെ ബഹിസ്ഫുരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാ വിജയം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച ആളുകളോട് പ്രവാചകൻ അവിടെ ആളുകൾ ബിലാലിനെ ദ്രോഹിച്ചവരുണ്ട്, അവിടെ യാസിറിനെയും അതുപോലെ സുമയ്യ റളിയല്ലാഹു അൻഹയും ഒക്കെ വധിച്ചവരുണ്ട്, ഇങ്ങനെ നിഷ്ഠൂരമായി ക്രൂരമായ പീഡനം നടത്തിയവരുണ്ട്, കൊടൽമാല എറിഞ്ഞവരുണ്ട്, പ്രവാചകനെയും കൂട്ടരെയും നാട് കടത്തിയവരുണ്ട്, ദ്രോഹിച്ചവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് മുമ്പിൽപ്പെട്ടിരിക്കുന്നത്. അവരൊക്കെ കീഴടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് എന്താണ് പ്രവാചകൻ ചെയ്യുക എന്നതാണ് ചോദ്യം. പ്രവാചകൻ പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു
പ്രതികാരവുമില്ല. നിങ്ങൾ മുഴുവനും സ്വതന്ത്രരാകുന്നു എന്നതാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ ചില പ്രഭാഷണങ്ങളിൽ മുഖ്യമായും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുസൽമാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പദവിയാണ്. അവന്റെ പ്രവർത്തനങ്ങൾ പ്രതികരണങ്ങൾ ഒക്കെ ആ ഒരു മൂല്യമുള്ളതായിരിക്കണം, ആ ഒരു മനോഹാരിത ഉള്ളതായിരിക്കണം എന്ന് അദ്ദേഹം മുസൽമാന്മാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ വക്കത്ത് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ വേണോ ഹിന്ദു മുസ്ലിം മൈത്രി വേണോ എന്ന് ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം മൈത്രി വേണം എന്ന് ഞാൻ പറയും. കാരണം രാജ്യത്തിന്റെ വിഭജനം അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ്. ഹിന്ദു മുസ്ലിം മൈത്രി അത് മനുഷ്യകുലത്തിന്റെ പ്രശ്നമാണ് എന്നതാണ് അബുൽ കലാം ആസാദ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ദേശസ്നേഹികളുടെ ഒരു കൂട്ടം ആളുകളുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ ഒരു പ്രശ്നത്തെ, ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രശ്നങ്ങളെ തീർത്തും അപലപിക്കുവാനും യാതൊരു വിധത്തിലും അതിനെ ന്യായീകരിക്കാതിരിക്കുവാനും അത്തരത്തിലുള്ളതൊന്നും ഇസ്ലാമുമായി ബന്ധമില്ലാത്തതാണ് എന്ന് ഉറപ്പിച്ചു പറയുവാനും അത് നമ്മുടെ ഈമാൻ, നമ്മൾ ഒരു മതേതര സമൂഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭൗതികത നിലനിർത്തുവാൻ പ്രവർത്തിക്കുമെന്ന് ഉറച്ചു പറയുവാനും നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഈ നാടിന്റെ മതേതരത്വവും സമാധാനവും കാത്തു സൂക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുകയും മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന, കടം കൊണ്ട് വലയുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, നിന്റെ വലിയ സഹായം ഇത്തരം ആളുകൾക്ക് വർഷിപ്പിച്ചു നൽകണമേ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ ഖബറിടം അള്ളാഹുവെ നീ വിശാലമാക്കണമേ. 2-3 മരണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൊടക്കാട് അബ്ദുറഹ്മാൻ സാഹിബ് ചേതമംഗലൂർ, അതുപോലെ ജമീല ഹജ്ജുമ കൊടക്കാട് ചെലവൂര്, അതുപോലെ ഊട്ടിക്കൽ അബ്ദുറഹ്മാൻ ഹാജി വാഴക്കാട് എന്നിവരുടെ മരണവാർത്ത അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ഈ സഹോദരന്മാരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.